ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അനാട്ടമി ഓഫ് കിഡ്നി. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കാനുണ്ട്. അതായത് അനാട്ടമിയിൽ നിങ്ങൾ ഓരോ ഓർഗൻസിൻ്റെയും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസിൻ്റെയും സ്ട്രക്ചർ പഠിക്കും. ഫിസിയോളജിയിൽ അതേ സെയിം ഓർഗനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സുകളെ കുറിച്ചാണ് ഫിസിയോളജിയിൽ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് കിഡ്നിയിലെ അനാട്ടമിയാണ് പഠിക്കേണ്ടത്. അതായത് കിഡ്നിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ കിഡ്നിയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പഠിക്കുന്ന ഈ ചാപ്റ്ററിനെ റീനൽ സിസ്റ്റം എന്ന് പറയാറുണ്ട്, യൂറിനറി സിസ്റ്റം എന്ന് പറയാറുണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നും പറയാറുണ്ട്. കാരണം ഈ ഒരു ചാപ്റ്ററിന് ഈ 3 പേരിൽ പറഞ്ഞാലും എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും റീനൽ സിസ്റ്റം പഠിച്ചോ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, ഇത് 3ഉം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് കിഡ്നി? നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ ഓർഗൻ എന്നറിയപ്പെടുന്ന ഒരു ഓർഗനാണ് കിഡ്നി, അല്ലെങ്കിൽ മലയാളത്തിൽ വൃക്ക എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഈ വൃക്ക നമ്മുടെ ശരീരത്തിൽ വേണ്ടത്? അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സുകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്ന പല വസ്തുക്കളും മെറ്റബോളിസവും അബ്സോർഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ്, പല ഗ്യാസസ് ആയിട്ടായാലും അൺവാണ്ടഡ് എലമെന്റ്സ് ആയിട്ടായാലും എക്സ്ട്രാ ആയിട്ടുള്ള പദാർത്ഥങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞ ശരീരത്തിന് കേടുള്ള വസ്തുക്കളുണ്ട്. അവയെല്ലാം പുറന്തള്ളുക, എക്സ്ട്രാ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. അവയെല്ലാം പുറത്ത് കളയണമെങ്കിൽ നമുക്ക് അതിന് സഹായിക്കുന്ന 2 മെക്കാനിസമാണുള്ളത്. ഒന്ന് നമ്മുടെ വൃക്കയിലൂടെ യൂറിനായിട്ട് പുറത്ത് കളയാം, മറ്റൊന്ന് കോളോണിലൂടെ, അതായത് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിലൂടെയുള്ള വേസ്റ്റ് ആണെങ്കിൽ അത് കോളോണിലൂടെ, ലാർജ് ഇൻറ്റസ്റ്റൈനിലൂടെ, ഏനസിലൂടെ, രക്തത്തിലൂടെ അത് പുറത്തോട്ട് പോകുന്നു അല്ലെ. അപ്പൊ ഈ 2 രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട്. ഇതല്ലാതെയും പല മെക്കാനിസംസ് ഉണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വഴി കുറേ വേസ്റ്റ് പ്രോഡക്ട്സ് പുറത്തോട്ട് പോകുന്നുണ്ട്. ത്രൂ ഔട്ട് നമ്മുടെ സ്കിൻ, ഇൻറ്റഗ്യുമെന്ററി സിസ്റ്റത്തിൽ സ്വെറ്റായിട്ട് കുറേ വേസ്റ്റ് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പല മെക്കാനിസംസ് ഉണ്ട്. എന്നാൽ പോലും മേജർ പോർഷൻ ഓഫ് ദ വേസ്റ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ആൻഡ് ഫീസിസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് കിഡ്നി അല്ലെങ്കിൽ റീനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കിഡ്നി എന്നുള്ള വേർഡ് തന്നെയാണ് മെഡിക്കലി പറയുമ്പോൾ നമ്മൾ റീനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച്, അതായത് 10 മാർക്കിന് ഫസ്റ്റ് സെം BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് സ്ട്രക്ചർ ഓഫ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, എന്താണ് റീനൽ സിസ്റ്റം, അല്ലെങ്കിൽ എന്താണ് യൂറിനറി സിസ്റ്റം, എന്തൊക്കെ യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെ ഓർഗൻസ് ആണ് ഉള്ളത്, അവയെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിൽ കിഡ്നിയുടെ സ്ട്രക്ചർ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് ലേബിൾഡ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നായിരിക്കും പറയുന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ അതിൽ സബ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, അതിൻ്റെ കവറിങ് ലെയേഴ്സ്, ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, അങ്ങനെ സബ് ക്വസ്റ്റ്യൻസും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി സബ് ക്വസ്റ്റ്യൻസ് മെൻഷൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ അനാട്ടമി ഓഫ് കിഡ്നിയിൽ എന്തൊക്കെ എഴുതാനുണ്ടോ അതെല്ലാം ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു തരും. അപ്പോൾ മെയിനായിട്ട് കുട്ടികൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എത്ര പിക്ചർ വരയ്ക്കണം എന്നുള്ളത്. ചില ടീച്ചേഴ്സ് പറയാറുണ്ട് നിങ്ങൾ 2 പിക്ചർ വരയ്ക്കണമെന്ന്. 2 ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ 2 പിക്ചർ വരയ്ക്കാം, ഇല്ലെങ്കിൽ 1 പിക്ചർ വരയ്ക്കാം. രണ്ടായാലും നിങ്ങൾ എഴുതുന്ന കണ്ടന്റിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് അവിടെ കിട്ടും. പക്ഷെ 1 പിക്ചറെങ്കിലും കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതായത് അനാട്ടമി ആയതുകൊണ്ടും അവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ ആയതുകൊണ്ടും സ്ട്രക്ചർ നിങ്ങൾ അവിടെ വരച്ച് കാണിക്കുക തന്നെ വേണം. മിനിമം 1 പിക്ചർ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ഈ കാണുന്നത് പോലെ കംപ്ലീറ്റ് യൂറിനറി സിസ്റ്റം ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. 10 മാർക്കിന് ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ലങ്സ് ആണെങ്കിൽ ലങ്സ്, കിഡ്നി ആണെങ്കിൽ കിഡ്നി, ഏതാണോ ചോദിക്കുന്നത്, ഏത് ഓർഗൻ ആണോ ചോദിക്കുന്നത്, ആ ഒരു ഓർഗൻ മാത്രം വലുതായിട്ട് ഡീറ്റെയിൽ നീറ്റായിട്ട് വരയ്ക്കുക. അതായത് ഷെയ്ഡും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, നീറ്റായിട്ട് വരയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സുകളെല്ലാം ഒന്ന് ലേബൽ ചെയ്യുകയും വേണം. ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ പിക്ചർ വരയ്ക്കാം. ഈ പിക്ചറാണ് ഏറ്റവും കൂടുതലായിട്ട്
അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. കാരണം ഈ ഒരു പിക്ചർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് ലേബൽ ചെയ്യാൻ പറ്റും. റീനലിന്റെ ഔട്ടർ ലെയറുകൾ എല്ലാം അവിടെ ലേബൽ ചെയ്യാൻ പറ്റും. അതുപോലെ റീനലിന്റെ കോർട്ടക്സ്, മെഡില, പാപ്പില്ല, അതുപോലെ തന്നെ റീനൽ ക്യാപ്സ്യൂൾസ്, മൈനർ കാലിക്സ്, മേജർ കാലിക്സ്, റീനൽ കോളം, റീനൽ പിരമിഡ്, റീനൽ പെൽവിസ്, യൂറട്ര്, റീനൽ ആർട്ടറി, റീനൽ വെയിന്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ലേബൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഏറ്റവും നല്ലത്. എൻ്റെ സജഷൻ ഞങ്ങളുടെ കുട്ടികളോടെല്ലാം ഞാൻ പറയുന്നത്, നമ്മുടെ ട്യൂഷനുള്ള കുട്ടികളോടെല്ലാം പറയുന്നത് ഈ പിക്ചർ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഷെയ്ഡൊന്നും വരണമെന്നില്ല. നിങ്ങൾ ഈ പാർട്സുകളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ലേബൽ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടുകളിലോട്ട്, അതായത് അതിൻ്റെ ലൊക്കേഷനിൽ തുടങ്ങി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കിഡ്നി ആർ റെഡിഷ് ഓർഗൻസ് ഷേപ്ഡ് ലൈക്ക് കിഡ്നി ബീൻസ്. അതായത് ഒരു പയറ് പോലെ, ബീൻസിൻ്റെ ഉള്ളിലുള്ള വിത്തുണ്ടല്ലോ പയറ്, അതുപോലെ അതിൻ്റെ കളർ എന്താണ്? റെഡിഷ് ആണ്, ചുവന്നിരിക്കുന്ന കളറാണ്. ബീൻസിൻ്റെ ഷേപ്പിൽ ചുമന്നിരിക്കുന്ന ഒരു പെയർ ഓർഗൻ, ഒരു ജോഡി, ഒരെണ്ണമല്ല. കിഡ്നി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 2 കിഡ്നി, നോർമലി എല്ലാ മനുഷ്യരിലും 2 കിഡ്നി ഉണ്ട്. ഇനി ഒരു കിഡ്നി മാത്രമായിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട്, അതൊരു കൺജനിറ്റൽ അനോമലിയാണ്. ഇവിടെ ഞാൻ നോർമലി ഉള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ കിഡ്നി നമ്മുടെ ശരീരത്തിൽ റെഡിഷ് ആയിട്ടുള്ള ബീൻസിൻ്റെ ഷേപ്പുള്ള അല്ലെങ്കിൽ കാഷ്യൂവിൻ്റെ പോലത്തെ ഷേപ്പുള്ള ഈ കിഡ്നി എവിടെയാണ് കാണപ്പെടുന്നത്? ലൊക്കേറ്റഡ് എബവ് ദ വേസ്റ്റ്, നമ്മുടെ ഈ ഹിപ്പിന് മുകളിലായിട്ട്, വേസ്റ്റ് ലെവലിന് മുകളിലായിട്ട്, ബിറ്റ്വീൻ ദ പെരിട്ടോണിയം ആൻഡ് പോസ്റ്റീരിയർ വാൾ ഓഫ് ദ അബ്ഡമൻ. അബ്ഡമിനൽ ഓർഗൻസിനെ കവർ ചെയ്ത് കൊണ്ട് കാണപ്പെടുന്ന ക്യാവിറ്റിയാണെന്ന് പറയുന്നത് പെരിട്ടോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ പെരിട്ടോണിയൽ ക്യാവിറ്റിക്ക് പിൻഭാഗത്തായി ശരീരത്തിൻ്റെ ബാക്ക് സൈഡ് പോസ്റ്റീരിയർ വാളിനും ഇടയിലായിട്ട്, ആ പെരിട്ടോണിയത്തിൻ്റെ ബാക്കിലായതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? റെട്രോ പെരിട്ടോണിയൽ ഓർഗൻ എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ റെട്രോ പെരിട്ടോണിയൽ? ദ ഓർഗൻ or place located below or means backside of the peritoneum. Peritoneum means it is a cavity or space occupying or covering അബ്ഡമിനൽ ഓർഗൻസ്. അബ്ഡമിനൽ ഓർഗൻസിനെ കവർ ചെയ്യുന്ന സ്പേസിനെ പെരിട്ടോണിയൽ ക്യാവിറ്റി എന്നും അതിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് എന്നും ആ മെംബ്രെയിനെ പെരിട്ടോണിയം എന്നുമാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലായി, അബ്ഡമിനൽ ക്യാവിറ്റിക്ക് പിന്നിലായി, പെരിട്ടോണിയത്തിന് പിന്നിലായി, പോസ്റ്റീരിയർ വാളിനും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കിഡ്നി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, സിൻസ് ദെയർ പൊസിഷൻ ഈസ് ബിഹൈൻഡ് ദ പെരിട്ടോണിയം ഓഫ് ദ അബ്ഡമിനൽ ക്യാവിറ്റി ദേ ആർ സെഡ് റെട്രോ പെരിട്ടോണിയൽ ഓർഗൻ. ഇത്രയും മനസ്സിലായി. ഇതാണ് നമ്മുടെ ഒരു കിഡ്നിയുടെ ഇൻട്രൊഡക്ഷൻ. അതായത് കിഡ്നി മാത്രം. യൂറിനറി സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആകുമ്പോൾ യൂറിനറി സിസ്റ്റത്തിനെ കുറിച്ച് എഴുതണം, അതിൻ്റെ ഓർഗൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. അത് കഴിഞ്ഞ് കിഡ്നിക്കുള്ള ഇൻട്രൊഡക്ഷനാണ് ഇത് കൊടുക്കുന്നത്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടി അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാകും, നമുക്ക് അടുത്ത് എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് കിഡ്നിയുടെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതേ പിക്ചർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹാഫ് പേജ്, ഒരു A4 ഷീറ്റിൻ്റെ മിനിമം ഹാഫ് പേജ് അല്ലെങ്കിൽ 3/4 ഓഫ് ദ പേജ് വരത്തക്ക രീതിയിൽ വലുതായിട്ട് തന്നെ വരച്ച് അതൊന്ന് ലേബൽ ചെയ്യാം. ദ കിഡ്നി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്ര. ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാകും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയ്ക്കും തേർഡ് ലംബാർ വെർട്ടിബ്ര, ഇവിടെ ഫസ്റ്റ് ലംബാർ വെർട്ടിബ്ര, സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര, തേർഡ് ലംബാർ വെർട്ടിബ്ര, അതായത് നമ്മുടെ പിൻഭാഗമാണ് ഇത് കാണുന്നത്. ഇത് സ്കെപ്യൂളയാണ്, നമ്മുടെ ബാക്കിൽ വെർട്ടിബ്രൽ കോളമാണ് ഈ കാണുന്നത്. ഇവിടെ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്ര ഇതാണ്, തേർഡ് ലംബാർ വെർട്ടിബ്രയാണ്. ഇതിന് ഇടയിലായിട്ടാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കിഡ്നി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു കിഡ്നി, ഇവിടെ ഒരു കിഡ്നി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏത് ഭാഗത്ത് കാണുന്നു? അബ്ഡമലിന് പിന്നിലായിട്ട്, പെരിട്ടോണിയത്തിന് പിന്നിലായിട്ട്, പോസ്റ്റീരിയർ വാളിന് ഇടയിലായിട്ട്, റെട്രോ പെരിട്ടോണിയൽ എന്നുള്ള രീതിയിലായിട്ടാണ് ഈ ഒരു ഓർഗൻ കാണപ്പെടുന്നത്. അതുകൂടാതെ ലംബാർ ലെവലിൽ പറഞ്ഞാൽ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയ്ക്കും തേർഡ് ലംബാർ വെർട്ടിബ്രയ്ക്കും ഇടയിലായിട്ടാണ് ഇത് കാണുന്നത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഏതൊക്കെ റിബ്സ് കാണപ്പെടുന്നു? 11th and 12th പെയർ ഓഫ് റിബ്സ്. 11ാമത്തെയും 12ാമത്തെയും വാരിയല് റിബ്സ് എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം പുറമേ നിന്നുള്ള ഒരു ഇടിയോ ചതവോ ഒന്നും തന്നെ കിഡ്നിക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി.
അത് കൂടാതെ റൈറ്റ് കിഡ്നി സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ ലെഫ്റ്റ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് റൈറ്റ് കിഡ്നിയാണ്, നമ്മുടെ ലിവർ വരുന്ന റൈറ്റ് സൈഡിലാണ്. ഈ റൈറ്റ് കിഡ്നി, ലിവറിന് തൊട്ട് താഴെ കിഡ്നി കാണപ്പെടുന്നു. ഈ റൈറ്റ് കിഡ്നി എന്ന് പറയുന്നത് ലെഫ്റ്റ് കിഡ്നിയേക്കാൾ ഒരു ശകലം ഒന്ന് താഴ്ന്നാണ് ഇരിക്കുന്നത്. വൈ ഇറ്റ് ഈസ്? ബിക്കോസ് ദ ലൊക്കേഷൻ ഓഫ് ലിവർ. കാരണം നമുക്ക് ലിവർ ഒന്നേ ഉള്ളൂ, അത് റൈറ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിവറിൻ്റെ ഒരു ഗ്രോത്ത് കാരണം നമ്മുടെ റൈറ്റ് കിഡ്നി ലെഫ്റ്റ് കിഡ്നിയേക്കാൾ കുറച്ച് സ്ലൈറ്റ്ലി ഒന്ന് ലോവറായിട്ട് വരുന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ എന്ത് വരുന്നു? റൈറ്റ് സൈഡിൽ ലിവർ ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു എന്നുള്ളത് മനസ്സിലായി. റെഡിഷ് ഓർഗനാണ്, ബീൻസിൻ്റെ ഷേപ്പാണ്, വേസ്റ്റിന് മുകളിലായിട്ട് പെരിട്ടോണിയത്തിനും പോസ്റ്റീരിയർ വോളിനും ഇടയിലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റെട്രോ പെരിട്ടോണിയൽ ഓർഗൻ എന്ന് പറയുന്നു. വെർട്ടിബ്രൽ ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയ്ക്കും തേർഡ് ലംബാർ വെർട്ടിബ്രയ്ക്കും ഇടയിലായിട്ട് 11th 12th പെയർ റിബ്സ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് റൈറ്റ് കിഡ്നി സ്ലൈറ്റ്ലി ലോവർ ദാൻ ലെഫ്റ്റ് ആയിട്ട് ബിക്കോസ് ഓഫ് ദ റൈറ്റ് സൈഡ് ലൊക്കേഷൻ ഈസ് ഓക്യുപ്പൈഡ് ബൈ ലിവർ. അവിടെ എന്ത് ചെയ്യുന്നു? കുറച്ചൊന്ന് താഴ്ന്നാണ് റൈറ്റ് കിഡ്നി കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മുടെ കിഡ്നിയുടെ ഓരോ കിഡ്നി, അപ്പോൾ നമുക്ക് ഒരു പെയർ കിഡ്നി ഉണ്ട് റൈറ്റും ലെഫ്റ്റുമായിട്ട്. ഇനി ഒരു കിഡ്നിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പിക്ചറും വരച്ചിട്ടുണ്ടായിരിക്കണം. ഈ കിഡ്നിയെ കുറിച്ചാണ് പറയുന്നത്. ഈ നമ്മുടെ കിഡ്നിയുടെ പുറമേ ഇതിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 3 ലെയറുകൾ കാണപ്പെടുന്നു. ദർ ആർ 3 layers ഓഫ് ടിഷ്യൂ സറൗണ്ട് ഈച്ച് കിഡ്നി. ഓരോ കിഡ്നിയെയും കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് 3 ലെയർ കാണപ്പെടുന്നു. അവ ഏതൊക്കെയാണ്? റീനൽ ക്യാപ്സ്യൂൾ, ഈ ഒരു ലെയറിനെയാണ് റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അഡിപ്പോസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അതായത് പെരി റീനൽ ഫാറ്റ് ഉണ്ട്, പിന്നെ റീനൽ ഫേഷ്യ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ലെയറാണ് കിഡ്നി, ഓരോ കിഡ്നിയും പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? റീനൽ ക്യാപ്സ്യൂൾ, പെരിറീനൽ ഫാറ്റ് അല്ലെങ്കിൽ അഡിപ്പോസ് ക്യാപ്സ്യൂൾ, പിന്നെ റീനൽ ഫേഷ്യ. അവയെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, റീനൽ ക്യാപ്സ്യൂൾ. ഇതാണ് കിഡ്നിയുടെ ഏറ്റവും പുറമേയുള്ള ഈ തിന്നായിട്ടുള്ള ലെയറിനാണ് റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡീപ്പർ ലെയർ ആൻഡ് ഇറ്റ്സ് സ്മൂത്ത് ട്രാൻസ്പെറൻറ്റ് ഫൈബ്രസ് മെംബ്രെയിൻ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ കോട്ട് ഓഫ് ദ യൂററ്റർ ഇവിടെ കാണപ്പെടുന്നു. ഈ യൂററ്ററിൻ്റെ ഈ ഔട്ടർ കോട്ടിങ്ങുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് ഇവിടെ ഒരു റീനൽ ക്യാപ്സ്യൂള് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡീപ്പ് ലെയർ ആണ്, സ്മൂത്ത് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ഫൈബ്രസ് മെംബ്രെയിൻ ആണ്, ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ കോട്ട് ഓഫ് ദ യൂററ്ററിൻ്റെ കണ്ടിന്യൂസ് ലൈറ്റ് കാണപ്പെടുന്നു. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ലെയർ? ടു പ്രിവെൻറ്റ് trauma to the kidney and maintain the structure and shape of kidney. കിഡ്നിയുടെ സ്ട്രക്ചറും ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്യുക, കിഡ്നിയുടെ ട്രോമയൊന്നും ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റീനൽ ക്യാപ്സ്യൂൾ. നെക്സ്റ്റ് രണ്ടാമത്തെ ലെയർ, അതായത് റീനൽ ക്യാപ്സ്യൂളിന് പുറമേ ആയിട്ടുള്ള ലെയർ അഡിപ്പോസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പെരിറീനൽ ഫാറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഫാറ്റ് ടിഷ്യൂ is a mass of fatty tissue surrounding the renal capsule. It also protects the kidney from trauma and holds it firmly in place within the abdominal cavity. അതായത് നമ്മുടെ ഒരു പഞ്ഞി പോലെ അല്ലെങ്കിൽ കോട്ടൺ പോലെ ഒരു മെത്ത പോലെ നമ്മുടെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഫാറ്റ് ടിഷ്യൂ അഡിപ്പോസ് ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്നു. മാസ് ഓഫ് ഫാറ്റി ടിഷ്യൂ അതിനെന്ത് റീനൽ ക്യാപ്സ്യൂൾ സറൗണ്ട് ചെയ്താണ് ഇത് കാണപ്പെടുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ റീനൽ ക്യാപ്സ്യൂൾ പറഞ്ഞതുപോലെ ഇതും കിഡ്നിയിലോട്ട് ഇഞ്ചുറീസും ട്രോമ ഒന്നും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ അബ്ഡോമിനൽ വാളിൽ ഇത് ഹോൾഡ് ചെയ്തിരിക്കാനും ആ കിഡ്നി അങ്ങനെ കറക്റ്റ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ലെയർ, ഏറ്റവും പുറമേയുള്ള ലെയർ, ദാറ്റ് ഈസ് റീനൽ ഫേഷ്യ. It is a superficial layer and it's a thin layer of dense irregular connective tissue that anchors the kidney to the surrounding structure and to the abdominal wall. കിഡ്നി കറക്റ്റ് ആ ലൊക്കേഷനിൽ അറ്റാച്ച് ചെയ്ത് നമ്മുടെ അബ്ഡോമിനൽ വാളിൽ അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നതിന് സഹായിക്കുന്നത് ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ ഇറഗുലർ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആയിട്ടുള്ള റീനൽ ഫേഷ്യയാണ് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയർ.
ഇനി നമ്മൾ അടുത്തൊരു സ്ട്രക്ചർ, നമ്മൾ 3 പുറമേയുള്ള ലെയേഴ്സ് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു കിഡ്നിയുടെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ റൈറ്റ് കിഡ്നിയിലും ലെഫ്റ്റ് കിഡ്നിയിലും മുകളിൽ ഒരു ക്യാപ്പ് പോലെ ഒരു ചെറിയൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിനാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? അഡ്രീനൽ ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ അഡ്രീനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? കിഡ്നിയുടെ മുകളിൽ ഒരു ക്യാപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? അഡ്രീനൽ ഗ്ലാൻഡ് സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. Adrenal glands are a type of endocrine gland that are triangle shaped, ഒരു ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. ലൊക്കേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ കിഡ്നീസ്, ഓരോ കിഡ്നിയുടെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നു. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ദ കോർട്ടെക്സ്. ഇനി അടുത്തത്, ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെയും നമ്മൾ അതിൻ്റെ പാർട്സ് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെയും പുറമെയുള്ള ഭാഗത്തിനെ അഡ്രിനൽ കോർട്ടെക്സ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് എന്തൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ടെസ്റ്റോസ്റ്റിറോൺസും കോർട്ടിക്കൽ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഇന്നർ ഏരിയ അഡ്രിനൽ ഗ്ലാൻഡ് ഈസ് നോൺ ആസ് അഡ്രിനൽ മെഡുല. ഇവിടെ നിന്നും നോർ എപ്പിനെഫ്രിനും എപ്പിനെഫ്രിനും പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡും അതിൻ്റെ സെക്രീഷൻസും ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇതും കൂടെ നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് ഇറ്റ്സ് എ എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ടോപ്പ് ഓഫ് ദ കിഡ്നി ആൻഡ് ഇറ്റ് ഇസ് എ ട്രയാങ്കിൾ ഷേപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്, അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് അഡ്രിനൽ മെഡുല. ഇവിടെ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അതിൻ്റെതായ പർട്ടിക്കുലർ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത കിഡ്നിയുടെ തന്നെ ഉൾഭാഗത്തോട്ട് പോകാം. അവിടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, കവറിംഗ് മെംബ്രെയിൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. സുപ്രാ റീനൽ ഗ്ലാൻഡ് പറഞ്ഞു. ഇനി അടുത്തുള്ള ഈ ഒരു ഭാഗം, ഇതിനെ എന്ത് പറയുന്നു? റീനൽ ഹൈലം അല്ലെങ്കിൽ ഹൈലസ് എന്നാണ് പറയുന്നത്. എന്താണ് റീനൽ ഹൈലസ് അല്ലെങ്കിൽ റീനൽ ഹൈലം എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ കോമൺ പ്ലേസ് ഫോർ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഓൾ ബ്ലഡ് വെസൽസ്, ലിംഫാറ്റിക് വെസൽസ് ആൻഡ് നെർവ്സ് ഇൻടു ആൻഡ് ഔട്ട് ഓഫ് ദ കിഡ്നി. കിഡ്നിക്ക് ഉള്ളിലോട്ടും കിഡ്നിയിൽ നിന്നും പുറത്തോട്ടും എല്ലാ ബ്ലഡ് വെസൽസിനും, നെർവ്സിനും, ലിംഫാറ്റിക് വെസൽസിനും, റീനൽ പെൽവിസിനും, യൂററ്ററിനും ഒക്കെ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും വേണ്ട കോമൺ പ്ലേസിനെയാണ് റീനൽ ഹൈലസ് എന്ന് പറയുന്നത്. റീനൽ ഹൈലസ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ സെൻറ്റർ ഓഫ് ദ കോൺകേവ് ബോർഡർ. അതായത് നമ്മുടെ കിഡ്നിയുടെ കോൺകേവ് ബോർഡറിൻ്റെ സെൻട്രലായിട്ട് ഒരു വെർട്ടിക്കൽ ഫിഷർ ഉണ്ടാകുന്നു. അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? യൂററ്റർ പുറത്തോട്ട്, കിഡ്നിയിൽ നിന്നും പുറത്തോട്ട് യൂററ്റർ പോവുകയും കിഡ്നിക്കുള്ളിലോട്ട് ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് വെസൽസ് പോകുന്നതും, കിഡ്നിയിൽ നിന്ന് പുറത്തോട്ട് ബ്ലഡ് വെസൽസ് പോകുന്നത്, നെർവ്സ് ഉള്ളിലോട്ട് പോകുന്നത്, പുറത്തോട്ട് പോകുന്നത്, ഇതെല്ലാം നമുക്ക് ഈ കോമൺ പ്ലേസിനെ റീനൽ ഹൈലസ് എന്നാണ് പറയുന്നത്. Also the renal hylus is the entrance to a cavity within the kidney called renal sinus. ഇതിനകത്തുള്ള ഈ സ്പേസിന് എന്ത് പറയുന്നു? റീനൽ സൈനസ് എന്നാണ് പറയുന്നത്. ഇതിലോട്ടുള്ള എൻട്രിയും എക്സിറ്റ് പ്ലേസുമാണ് ഈ ഒരു റീനൽ ഹൈലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീനൽ ഹൈലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ ഏകദേശമായി. കിഡ്നി എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ മെഷേഴ്സ് ഉണ്ട്, 3 മെംബ്രെയിൻസ്, ഔട്ടർ കവറിങ് എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ റീനൽ ഹൈലസ് എന്താണ്, സോ അഡ്രിനൽ ഗ്ലാൻഡ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇന്നർ സ്ട്രക്ചേഴ്സിലോട്ട് പോകണം. ഇന്നർ സ്ട്രക്ചേഴ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്നർ സ്ട്രക്ചേഴ്സ് ഞാൻ ആദ്യം ഒന്ന് ചുരുക്കി പറയാം. ഇവിടെ കിഡ്നിയുടെ ക്രോസ് സെക്ഷനാണിത്. ഇതിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ റീനൽ ക്യാപ്സ്യൂൾ കഴിഞ്ഞ് ഉള്ളിലുള്ള ഭാഗത്തിനെ 2 മേഖലയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഈ പുറമെ കാണുന്ന ഈ ഭാഗത്തിനെ റീനൽ കോർട്ടെക്സ് എന്നും ഇതിനുള്ളിലുള്ള ഈ ഭാഗത്തിനെ റീനൽ മെഡുല എന്നും പറയുന്നു. ഇതിനെന്ത് പറയുന്നു? റീനൽ കോർട്ടെക്സ്, ഔട്ടർ റീനൽ കോർട്ടെക്സ്. ഉള്ളിലുള്ള ഈ ഭാഗത്തിന് റീനൽ മെഡുല എന്നും പറയുന്നു. ഇപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാൻ. ഇവിടെ നോക്കുക, എന്താണ് റീനൽ കോർട്ടെക്സ്? ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് കിഡ്നീസ്. ഇറ്റ്സ് reddish area containing mostly nephrons and blood vessels. Its function is to filter the blood and remove waste products inside the body. ഇവിടെ നമ്മുടെ ഈ കോർട്ടെക്സ് ഏരിയയിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, പിന്നെ നെഫ്രോൺസ് ഉണ്ട്. നെഫ്രോൺസ് എന്താണ്? ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ഓഫ് കിഡ്നി. അവിടെ നെഫ്രോൺസും ഉണ്ടാകും, ഒപ്പം ബ്ലഡ് വെസൽസ് ഉണ്ടാകും. ബ്ലഡ് വെസൽസിലൂടെ വരുന്ന ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ അവിടെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നെഫ്രോണിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് അതിലൂടെ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് പ്രോഡക്ട്സ് അവിടെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തിന് റീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നു. ഇനി
ആൻഡ് എ ഡീപ്പ് റെഡിഷ് ബ്രൗൺ ഏരിയ. ഇവിടെ റെഡിഷ്, ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ റെഡിഷ് ബ്രൗൺ, കുറച്ചുകൂടി ഡാർക്ക് റെഡിഷ് ബ്രൗൺ ഏരിയ. ഇതിനെ എന്ത് പറയുന്നു? റീനൽ മെഡുല എന്ന് പറയുന്നു. ഇതിനകത്ത് ഈ റീനൽ മെഡുലയ്ക്കുള്ളിൽ 8 മുതൽ 18 കോൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇതിനെ എന്ത് പറയുന്നു? ഇതിനെയാണ് റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. കിഡ്നി, റീനൽ കോർട്ടെക്സ്, റീനൽ മെഡുല, റീനൽ മെഡുലയിൽ റീനൽ പിരമിഡ്സ്. ഒരു കിഡ്നിക്കകത്ത് എത്രത്തോളം റീനൽ പിരമിഡ്സ് കാണാം? ചില ആൾക്കാരിൽ 8 ആയിരിക്കും, 8 മുതൽ അത് 18 വരെ, ചില ആൾക്കാരിൽ 18 റീനൽ പിരമിഡ് വരെ കാണാറുണ്ട്. ദ ബേസ് ഓഫ് ഈച്ച് പിരമിഡ് ഫേസസ് ദ റീനൽ കോർട്ടെക്സ്. ഇതാണ് ഒരു പിരമിഡിന്റെ, ഇതാണ് ഇവിടെ ഒരു സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇത് റീനൽ പിരമിഡിന്റെ ബേസ് ആണ്. ഇത് പുറത്തോട്ട് കോർട്ടെക്സിലോട്ട് ഫേസ് ചെയ്യുന്നു. ഓക്കെ, ദ ബേസ് ഓഫ് ഈച്ച് പിരമിഡ് ഫേസസ് റീനൽ കോർട്ടെക്സ് ആൻഡ് ദ എപ്പെക്സ് കോൾഡ് റീനൽ പാപ്പില്ല. ഇത് ബേസ് ആണെങ്കിൽ ഈ ഭാഗമാണ് എന്ന് പറയുന്നത് എപ്പെക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഭാഗത്തിന് എന്ത് പറയുന്നത്? എപ്പെക്സിനെ റീനൽ പാപ്പില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ കിഡ്നി. കിഡ്നിയുടെ സെൻറ്റർ ഭാഗത്തോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ? റീനൽ കോർട്ടെക്സ് എന്താണ്, റീനൽ മെഡുല എന്താണ്? റീനൽ മെഡുലയ്ക്കുള്ളിലുള്ള കോണിക്കൽ ഷേപ്പിനെ റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നു. പിരമിഡ്സിന് ഒരു ബേസും ഒരു എപ്പെക്സും ഉണ്ട്. ബേസ് നമ്മുടെ കോർട്ടെക്സിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. എപ്പെക്സ് റീനൽ പാപ്പില്ല എന്നറിയുന്നു, അത് സെൻറ്ററിലോട്ട്, കിഡ്നിയുടെ സെൻറ്ററിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. റീനൽ കോർട്ടെക്സ് ഈസ് ദ സ്മൂത്ത്, അതായത് പുറമേയുള്ള ഭാഗം. റീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് സ്മൂത്ത് ടെക്സ്ചേർഡ് ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം ദ റീനൽ ക്യാപ്സ്യൂൾ ടു ദ ബേസ് ഓഫ് ദ റീനൽ പിരമിഡ് ആൻഡ് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദം. അതായത് റീനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ റീനൽ ക്യാപ്സ്യൂൾ എന്നുള്ള ഈ പുറമെ മെംബ്രെയിൻ മുതൽ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഏരിയ ഒഴികെയുള്ള, നമ്മുടെ റീനൽ പിരമിഡ്സ് ഒഴികെയുള്ള ഭാഗത്തിനാണ് റീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗവും ഇതിനുള്ളിലുള്ള ഭാഗവും ഇതെല്ലാം റീനൽ കോർട്ടെക്സ് ആണ്. ഈ പിരമിഡ് ഭാഗം ഡാർക്കായിട്ട് വരുന്നത് എന്താണ്? മെഡുല ആണ്. ഓക്കെ, ഈ ഇതിനിടയ്ക്കുള്ള സ്പേസിനെ എന്ത് പറയുന്നു? റീനൽ കോളം എന്നാണ് വിളിക്കുന്നത്. പിരമിഡുകൾക്കിടയിലുള്ള ഈ ഭാഗത്തിന് എന്ത് പറയുന്നു? റീനൽ കോളം എന്നാണ് വിളിക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതൊരു ഭാഗം, ഇതൊരു റീനൽ കോളം, ഇതൊരു റീനൽ കോളം, ഇതൊരു റീനൽ കോളം, അങ്ങനെ ഇടഭാഗത്തിനെ റീനൽ കോളം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, റീനൽ കോർട്ടെക്സ് ആൻഡ് റീനൽ പിരമിഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് പാരങ്കൈമ ഓഫ് ദ കിഡ്നി. വിത്തിൻ ദ പാരങ്കൈമ ആർ അബൌട്ട് 1 million മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ യൂണിറ്റ്സ് കോൾഡ് നെഫ്രോൺസ്. ഈ റീനൽ കോർട്ടെക്സിനും റീനൽ പിരമിഡും, അതായത് നമ്മുടെ കോർട്ടെക്സും മെഡുലയും, ഈ 2 ഭാഗത്തുമായിട്ട് 1 മില്യണിൽ അധികം എന്ത് കാണപ്പെടുന്നു? നെഫ്രോൺസ് കാണപ്പെടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ്സ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് നെഫ്രോൺ ഈസ് കോൺസ്റ്റന്റ് ഫ്രം ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ മുതലേ ഇതിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത്, നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്. അല്ലാതെ അതിൻ്റെ സൈസ് മാത്രമാണ് നമ്മൾ വളരുന്നതിനനുസരിച്ച് കൂടുന്നത്. നെഫ്രോൺസ് ആർ ബിക്കം ഡിസീസ്ഡ് ആൻഡ് നൗ ന്യൂ ഓൺസ് കാൺ ഫോം. ഒരു കിഡ്നിയിൽ ഏതെങ്കിലും നെഫ്രോണുകൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ നെഫ്രോൺസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ 2 കിഡ്നിയും ചേർന്ന് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ 80% ബ്ലഡും എന്ത് ചെയ്യുന്നു? ഓരോ സമയവും ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കണം. മിനിമം 80% എപ്പോഴും ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. 80% ഫിൽട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോർമൽ. ഓക്കെ, നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൽ ഈ കിഡ്നിയിൽ 1 മില്യണിലധികം നെഫ്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. ആ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. ഇവിടെ നെഫ്രോണിൻ്റെ ഗ്ലോമർലസ് ഉണ്ട്, ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, PCT ഉണ്ട്, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലെ ഉണ്ട്, DCT ഉണ്ട്, പിന്നെ കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ നെഫ്രോണിൻ്റെ സ്ട്രക്ചറൊക്കെ പ്രത്യേകിച്ച് പഠിക്കും. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നെഫ്രോണിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രം മതി. നെക്സ്റ്റ്, യൂറിൻ ഫോംഡ് ബൈ ദ നെഫ്രോൺസ്. അതായത് നമ്മുടെ കിഡ്നിയിലെ ഓരോ നെഫ്രോണിലും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്ന് യൂറിൻ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെയുള്ള ഓരോ നെഫ്രോണിൽ നിന്നും യൂറിൻ ഫോം ചെയ്തിട്ട് ഈ റീനൽ പാപ്പില്ലയിലുള്ള നിന്ന് ഇവിടെ കളക്ട് ചെയ്യുന്നു. ഈ റീനൽ പാപ്പില്ലയിൽ കളക്ട് ചെയ്ത് അവിടെ നിന്ന് റീനൽ ഡക്റ്റ്, പാപ്പിലറി ഡക്റ്റുകളിലോട്ട് എത്തിച്ചേരുകയും ഈ പാപ്പിലറി ഡക്റ്റുകൾ പിന്നെ ജോയിൻ ചെയ്ത് എന്തായി മാറുന്നു? മൈനർ കാലിക്സ് എന്ന് പറയുന്നു. ഈ മൈനർ കാലിക്സുകൾ പരസ്പരം ജോയിൻ ചെയ്ത് എന്തായി മാറുന്നു? മേജർ കാലിക്സ് എന്നായി മാറുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ കിഡ്നിയുടെ കോർട്ടെക്സിലും മെഡുലയിലും റീനൽ പിരമിഡ്സിനകത്ത് എന്തുണ്ട്?
നെഫ്രോൺസ് ഉണ്ട്. ഈ നെഫ്രോൺസ് നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തു. അവിടെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡും ശരീരത്തിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സും എക്സസ് ആയിട്ടുള്ള മറ്റു കെമിക്കൽസും ഒക്കെ അവിടെ ഫിൽട്ടർ ചെയ്ത് യൂറിനായി മാറുന്നു. ഈ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം തന്നെ യൂറിനായി ഡ്രെയിൻ ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ പാപ്പിലറിയിൽ എത്തുന്നു. പാപ്പില്ലയിൽ പാപ്പില്ല ഡക്റ്റിലെത്തുന്നു. ഡക്റ്റുകൾ ചേർന്ന് മൈനർ കാലിക്സ് ആകുന്നു. മൈനർ കാലിക്സ് ചേർന്ന് മേജർ കാലിക്സുകളായി മാറുന്നു. ഇങ്ങനെ ഇവിടെ ഒരു മൈനർ കാലിക്സ്, ഇവിടെ ഒരു മൈനർ കാലിക്സ്, ഇവ മൂന്നും ചേർന്ന് ഒരു മേജർ കാലിക്സായി മാറുന്നു. അങ്ങനെ ഒരു കിഡ്നിയിൽ ഇങ്ങനെ എത്ര മൈനർ കാലിക്സ് ഉണ്ടാവും? മിനിമം 8 മുതൽ 18 മൈനർ കാലിക്സും 2-3 മേജർ കാലിക്സ്. ഇതൊരു മേജർ കാലിക്സ് ആണ്, ഇവിടെ ഒരു മേജർ കാലിക്സ് ആണ്, ഇതൊരു മേജർ കാലിക്സ് ആണ്. 2-3 മേജർ കാലിക്സുമായി മാറുന്നു. ഈ 2-3 മേജർ കാലിക്സുകൾ പിന്നെ എന്തായി മാറുന്നു? പരസ്പരം ജോയിൻ ചെയ്ത് റീനൽ പെൽവിസ് എന്നുള്ള ഒരു സ്പേസായി മാറുന്നു. മൈനർ കാലിക്സ് റിസീവ്സ് യൂറിൻ ഫ്രം പാപ്പിലറി ഡക്ട് ഓഫ് 1 റീനൽ പിരമിഡ്. ഓരോ മൈനർ കാലിക്സും ഓരോ പിരമിഡിൽ നിന്നും യൂറിൻ സ്വീകരിക്കുന്നു. ഈ മൈനർ കാലിക്സുകളെല്ലാം പരസ്പരം ചേർന്ന് മേജർ കാലിക്സായി മാറുന്നു. മേജർ കാലിക്സുകളെല്ലാം ചേർന്ന് റീനൽ പെൽവിസായി മാറുകയും റീനൽ പെൽവിസ് തുടർച്ചയായി എന്തായി മാറുന്നു? യൂററ്ററായി മാറുകയും യൂററ്റർ കണ്ടിന്യൂ ചെയ്ത് യൂറിനറി ബ്ലാഡറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കിഡ്നിയിലെ ഒരു യൂറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി കിഡ്നിയിൽ നടക്കുന്ന പ്രോസസ്സാണ് യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷൻ നമ്മുടെ അനാട്ടമിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇതൊന്ന് വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഒന്ന് വായിക്കാം. നെഫ്രോണിലെ ഏതൊക്കെ ഫേസുകളിലൂടെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, ഓരോ നെഫ്രോണിലും ഓരോ തുള്ളി ബ്ലഡും പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ 3 പ്രോസസ്സുകൾ നടക്കുന്നു. ഗ്ലോമർലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ട്യൂബുലാർ റീ അബ്സോർഷൻ. ഈ 3 പ്രോസസ്സുകൾ നടന്നാണ് അവിടെ യൂറിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അടുത്ത ഫിസിയോളജിയുടെ വേറെ ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്, എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂറിൻ ഫോം ചെയ്ത് അത് നമ്മുടെ എന്ത് ചെയ്യുന്നു? യൂറിനറി ബ്ലാഡറിലെത്തി അവിടെ നിന്ന് യൂറത്ര വഴി പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി നമുക്കറിയേണ്ടത് കിഡ്നിയിലൂടെ ഏത് സ്ട്രക്ചറിൻ്റെ അനാട്ടമി പഠിക്കുമ്പോൾ നമ്മളുടെ ആർട്ടറിയും വെയിനും അറിയണമല്ലോ. കിഡ്നിക്കും ബ്ലഡ് വേണം അല്ലേ? കിഡ്നിക്ക് വേണ്ട ബ്ലഡ് ആരാണ് തരുന്നത്? ഏത് ആർട്ടറിയാണ് തരുന്നത്? ദാറ്റ് ഈസ് റീനൽ ആർട്ടറി. അബ്ഡമിനൽ അയോട്ടയുടെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള റീനൽ ആർട്ടറിയാണ് നമ്മുടെ കിഡ്നിക്ക്. റൈറ്റ് സൈഡ് റൈറ്റ് റീനൽ ആർട്ടറിയും ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് റീനൽ ആർട്ടറിയും ഉണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് തരുന്നത് കിഡ്നിക്ക്. ദിസ് ഈസ് ദ ആർട്ടറി റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് ബ്ലഡ് ടു ദ കിഡ്നി ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നു. 200 cords ഓഫ് ബ്ലഡ് പാസസ് ത്രൂ ദ കിഡ്നീസ് ഈച്ച് ഡേ കമ്മിങ് ത്രൂ ദ റീനൽ ആർട്ടറീസ്. റീനൽ ആർട്ടറീസിലൂടെ അതെന്ത് ചെയ്യുന്നു? ബ്ലഡ് നമ്മുടെ കിഡ്നിയിൽ എത്തിച്ചേരുകയും അവിടെ അത് ഡിവൈഡ് ചെയ്ത് ഈച്ച് ഫൈൻ ബ്രാഞ്ചസ് ആയി മാറി ചെറിയ ചെറിയ ആർട്ടീരിയോൾസ് ആയി മാറി അത് നമ്മുടെ കിഡ്നിയിൽ ഓരോ നെഫ്രോണിനുള്ളിൽ ബ്ലഡ് എത്തിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ കിഡ്നിയിൽ നിന്നും വന്നെത്തിയ ബ്ലഡ് തിരിച്ചു പോകണ്ടേ? ഫിൽട്രേഷൻ കഴിഞ്ഞ് വേസ്റ്റ് പ്രോഡക്ട്സ് മാത്രമേ യൂറിനിലോട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ള ബ്ലഡ് എല്ലാം തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്നത് ഏത് വെസൽ വഴിയാണ്? ദാറ്റ് ഈസ് റീനൽ വെയിൻ. ഇൻ ദിസ് വെയിൻ ദ റിമൈൻഡർ, that means filtered blood, is returned to the right side of the heart after all of the urea and impurities have been റിമൂവ്ഡ്. ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ വേസ്റ്റ് പ്രോഡക്ട്സ്, യൂറിയ, യൂറിക് ആസിഡ്, ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം പ്യുവർ ആയിട്ടുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇൻഫീരിയർ വീനക്കാവ വഴി ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ എത്തിച്ചിരുന്നു. അത് എവിടെ നിന്നാണ് വരുന്നത്? റീനൽ വെയിൻസിൽ നിന്നാണ് പുറത്തോട്ട്, കിഡ്നിയിൽ നിന്ന് പുറത്തോട്ട് വന്ന് അവിടെ നിന്ന് അത് ഇൻഫീരിയർ വീനക്കാവയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കിഡ്നിയുടെ അനാട്ടമി പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നുകൂടി നമുക്ക് ഓട്ടിച്ചൊന്ന് ചുരുക്കി ഒന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കിഡ്നി എന്ന് പറയുന്നത്. 10 മാർക്കിനോ 5 മാർക്കിനോ 2 മാർക്കിനോ 1 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റെഡിഷ് ഓർഗൻ, ബീൻ ഷേപ്ഡ് ഓർഗൻ, പെരിട്ടോണി റെട്രോ പെരിട്ടോണിയൽ ഓർഗൻ, അതുപോലെ നമ്മുടെ ലാസ്റ്റ് തൊറാസിക് വെർട്ടിബ്രയ്ക്കും 3rd ലംബാർ വെർട്ടിബ്രയ്ക്കും ഇടയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. റൈറ്റ് കിഡ്നി ഈസ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ലെഫ്റ്റ് കിഡ്നി ബിക്കോസ് ഓഫ് ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ റൈറ്റ് ഏരിയ ഈസ് ഓക്യുപ്പൈഡ് ബൈ ലിവർ. ഇതിൻ്റെ 3 പ്രൊട്ടക്റ്റീവ് ലെയർ ഏതൊക്കെയാണ്? റീനൽ ക്യാപ്സ്യൂൾ, അഡിപ്പോസ് ക്യാപ്സ്യൂൾ ഓർ പെരിറീനൽ ഫാറ്റ്, റീനൽ ഫേഷ്യ. അത് 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ച് പറഞ്ഞു. അതിന് പുറമെയുള്ള റീനൽ ഹൈലത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, റീനൽ കോർട്ടക്സ് എന്താണ്, റീനൽ മെഡുല എന്താണ്, റീനൽ പാപ്പില്ല, റീനൽ പിരമിഡ്സ്, പിന്നെ മേജർ കാലിക്സ്,
മൈനർ കാലിക്സ്, മേജർ കാലിക്സ്, റീനൽ പെൽവിസ്, യൂററ്റർ, പിന്നെ യൂററ്റർ ചെന്ന് യൂറിനറി ബ്ലാഡറിൽ ജോയിൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇതിൻ്റെയോട്ടുള്ള സ്ട്രക്ചർ, ഇൻറ്റേർണൽ സ്ട്രക്ചർ, കോർട്ടക്സിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതുപോലെ മെഡുലയുടെ പ്രത്യേകതകൾ പറഞ്ഞു, പിന്നെ യൂറിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മളിതിൻ്റെ ഫിൽട്രേഷൻ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഈ കിഡ്നിക്കുള്ള ആർട്ടീരിയൽ സപ്ലൈയും വീനസ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 10 മാർക്കിൻ്റെ എസ്സേക്ക് ഉറപ്പായിട്ട് 9 മാർക്ക് ഉറപ്പായിട്ട് ഇവിടെ കിട്ടും. 10ന് 10 തരേണ്ടതാണ്, പക്ഷേ ടീച്ചേഴ്സൊക്കെ അത് തരാൻ ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ 9 പറഞ്ഞതാണ്. ഈ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 മാർക്കിൻ്റെ എസ്സേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന MCQ ഡിസ്കഷൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഫൈനൽ റിവിഷൻ ക്ലാസ്സസും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് പറഞ്ഞിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. തുടർന്ന് വീണ്ടും വീഡിയോസ് എല്ലാം കാണുക. സെക്കൻഡ് സെമ്മിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.